ഷിരൂരിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ സർക്കാരിനു കഴിയുന്നതെല്ലാം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിന് ഉറപ്പു നൽകി. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ കത്ത് ജില്ലാ കളക്ടർ കുടുംബാംഗത്തിന് കൈമാറി. അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്ന കാര്യം വേങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് കുടുംബത്തെ അറിയിച്ചു. താൽക്കാലിക നിയമനമാവും നിലവിൽ. ജോലി സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കത്ത് നൽകും. എന്തൊക്കെ ലഭിച്ചാലും തനിക്ക് ഭർത്താവിന് പകരമാകില്ലല്ലോ. മകനെയും കുടുംബത്തെയും ഓർക്കുമ്പോൾ കൃഷ്ണപ്രിയയുടെ ചങ്കിടറുന്നു. എങ്കിലും ആ ജോലി സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് കൃഷ്ണപ്രിയ വേദനയോടെ അറിയിച്ചു. അർജുന്റെ കുടുംബം നൽകിയ നിവേദനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം തന്നെ മറുപടി നൽകി. കളക്ടർ നേരിട്ടെത്തിയാണ് കുടുംബത്തിന് കത്ത് കൈമാറിയത്. കോടതി നിർദ്ദേശത്തെ തുടർന്ന് തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ അറിയിപ്പ് നൽകിയിട്ടില്ല എന്നും സർക്കാർ എല്ലാ സഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കാരണം നിർത്തിവെച്ച തിരച്ചിൽ എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. അർജുനു വേണ്ടി ഗംഗാവലി പുഴയിലെ തിരച്ചിൽ കർണാടക സർക്കാർ ഔദ്യോഗികമായി നിർത്തിവെച്ചിട്ട് ഒരാഴ്ചയിലേറെയായി. തിരച്ചിൽ പുനരാരംഭിക്കാൻ കർണാടക ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കരഞ്ഞും പ്രാർത്ഥിച്ചും കഴിയുന്ന വീട്ടുകാർക്ക് ആശ്വാസമായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശം. തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല എന്നും മോശം കാലാവസ്ഥയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുമാണ് കർണാടക സർക്കാർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഹൈക്കോടതിയെ അറിയിച്ചതും അങ്ങനെ തന്നെയാണ്. എന്നാൽ ദൗത്യം തുടരാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ദൗത്യം പുനരാരംഭിക്കാനാണ് തീരുമാനമെങ്കിലും എപ്പോൾ തുടങ്ങും എന്നതിന് തീരുമാനമായിട്ടില്ല. അതിനിടയിൽ ഇന്നലെ ഷിരൂരിന് 60 കിലോമീറ്റർ അകലെ കടലിൽ ഒരു മൃതദേഹം ഒഴുകി നടക്കുന്നുണ്ടെന്ന വാർത്തയും വന്നിരുന്നു. അത് അർജുന്റെ മൃതദേഹമാണെന്ന് പറഞ്ഞാണ് എല്ലാവരും അവിടേക്കെത്തിയത്. കടലിൽ ജീർണിച്ച അവസ്ഥയിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടതിനെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളികൾ വിവരമറിയിക്കുന്നത്. എന്നാൽ അത് കാണാതെ പോയ ജാർഖണ്ഡ് സ്വദേശി മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമായിരുന്നു. ഇതോടെ വലിയൊരു ദുഃഖമായി അർജുൻ മലയാളികളുടെയും കുടുംബത്തിന്റെയും മനസ്സിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. 20 ദിവസം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ലാതെയാണ് കുടുംബത്തിലെ എല്ലാവരും കഴിയുന്നത്. വേദന ഒരുപാടാണ്. ഒരിക്കലും കുറഞ്ഞു പോവാത്ത, മാഞ്ഞു പോവാത്ത വേദന. എന്തൊക്കെ ചെയ്താലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ആ വേദന മാറില്ല എന്ന് ഉറപ്പാണ്. ജോലി നൽകിയാലും അർജുനെ തിരിച്ചു കൊണ്ടുവരാതെ, അർജുനെ ഒരു നോക്കു കാണാതെ ഒരിക്കലും നന്നായിരിക്കാനാവില്ല.